ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും പ്രാരംഭമായിട്ട് അറിയിച്ചു കൊള്ളുന്നു. കഴിഞ്ഞ 42 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1, 2 അധ്യായവും 3 അധ്യായം 8 വരെയുള്ള വാക്യങ്ങളും അല്പമായിട്ട് വിചിന്തനം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് 3 അധ്യായം 8 വാക്യത്തിൽ നിന്നും ചില ആശയങ്ങൾ കൂടെ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ആ 8 വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം അതിൻ്റെ 1 ഭാഗം വായിച്ച് അതിലെ ഒരാശയം പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ 8 വാക്യം 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് 3 സത്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അപ്പോൾ തുറന്നു വെച്ചിരിക്കുന്ന ഒരു വാതിൽ. രണ്ടാമതായിട്ട് അവിടെ പറയുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. മൂന്നാമത്, നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ 1ാമത്തെ പ്രസ്താവന നാം ചിന്തിക്കുകയുണ്ടായി. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് വാതിൽ എന്നും ദൈവവചനത്തിലെ പല വാക്യങ്ങൾ പല ഭാഗങ്ങളിൽ കൂടെ കടന്നുപോയി ആ കാര്യം നാം ചിന്തിക്കുകയുണ്ടായി. വാതിൽ എന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, ഒന്നുകൂടി പറഞ്ഞാൽ അത് സുവിശേഷത്തെ എടുത്ത് കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഈ വാതിൽ എന്താണ്? ഈ വാതിൽ സുവിശേഷമാണ്. ഫിലദൽഫിയ സഭയോട് പറയുകയാണ്, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അഥവാ സുവിശേഷമാകുന്ന വാതിൽ. ഇന്ന് ഏതൊരു സഭയ്ക്കും ഏതൊരു സഭയുടെയും ദൗത്യം, ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാനൊരു വാതിൽ നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നു. എന്നിട്ട് രണ്ടാമത് അവിടെ പറയുകയാണ്, അത് ആർക്കും അടച്ചുകൂടാ. ഇന്ന് നാം അല്പമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് തുടർന്നുള്ള ചില കാര്യങ്ങളാണ്. ഒന്ന്, അത് ആർക്കും അടച്ചുകൂടാ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 18 വാക്യം അവിടെ സഭയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രസ്താവന നടത്തുമ്പോൾ അതിലെ 2ാം ഭാഗത്ത് താൻ ഇപ്രകാരം പറയുകയുണ്ടായി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അർത്ഥാൽ ഈ ലോക ശക്തികൾക്കോ യാതൊരിസങ്ങൾക്കോ ഈ സുവിശേഷത്തെ അടച്ചു വെക്കുവാൻ, തകർത്ത് കളയുവാൻ
സാധിക്കുകയില്ല എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞതിൻ്റെ ആശയം. നമുക്കറിയാം, സുവിശേഷത്തിൻ്റെ ശൈശവം മുതൽ ഈ ഭൂമിയിൽ വളരെ എതിർപ്പുകൾ നേരിട്ടുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഇന്നും ജൈത്രയാത്ര നടത്തുന്ന ഒരു മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു തുടങ്ങിയതും അപ്പോസ്തലന്മാരാൽ നമ്മുടെ കൈകളിൽ ലഭിച്ചതും ഇന്ന് ലഭിച്ചവർ ലോകത്തോട് അറിയിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഈ സന്ദേശമാണ് സുവിശേഷം. ഇത് അടച്ചു വെക്കുവാൻ ആരെയും ദൈവം അനുവദിച്ചിട്ടില്ല. ആരൊക്കെ ശ്രമിച്ചാലും അതിന് കഴിയുകയുമില്ല. കാരണം ഇത് സ്വർഗത്തിലെ സന്ദേശമാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, സഭയോട് പറയുകയാണ്, ഇത് ആർക്കും അടച്ചുകൂടാ. എന്നാൽ ഇത് അടയുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് പോയപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി, ഞാൻ വീണ്ടും വരും. അതെ, നമ്മുടെ കർത്താവ് വീണ്ടും വന്ന് സഭയെ ചേർക്കുന്ന ആ നിമിഷം വരെയും ഈ സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. അത് ആർക്കും അടച്ചു കളയുവാൻ സാധ്യമല്ല എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ പ്രസ്താവന അവിടെ പറയുകയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഈ വാക്യം നാം പരിശോധിച്ചാൽ ഇത് സഭയുടെ ഒരു ആത്മീയ പാപ്പരത്വത്തെ അല്ല ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. സഭയുടെ നടുവിൽ നടക്കുകയും സഭയുടെ ദൂതന്മാരെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുകയും ചെയ്യുന്ന സഭാകാന്തനായ കർത്താവ് സഭയുടെ ഉള്ള അവസ്ഥ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഫിലദൽഫിയ സഭയെക്കുറിച്ച് നമുക്കറിയാം. ആ ഫിലദൽഫിയ സഭയെക്കുറിച്ച് സഭാകാന്തന് യാതൊരു കുറ്റവും എടുത്തു പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നില്ല. മറ്റുള്ള 5 സഭകളെക്കുറിച്ചും സ്മുർണ സഭയും ഒഴിച്ച് ബാക്കി 5 സഭകളെക്കുറിച്ചും കർത്താവിന് അതിൻ്റെ കുറ്റം എടുത്തു പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നല്ല പ്രവൃത്തികളെ എടുത്തു പറഞ്ഞ് കർത്താവ് പ്രശംസിക്കുന്നുണ്ടെങ്കിലും നിനക്കൊരു കുറ്റമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്തു പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുത, ഇവിടെ ഫിലദൽഫിയ സഭയെക്കുറിച്ച് യാതൊരു കുറ്റവും സഭാകാന്തന് പറയുവാൻ ഇല്ലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. കാരണം അവിടെ നമുക്കങ്ങനെ രേഖപ്പെടുത്തിയതായി കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് അവർക്ക് ഈ ലോകത്തിൽ വെച്ച് ആൾബലം കുറഞ്ഞ, ലോകത്തിൽ ഈ ലോകപ്രകാരം യാതൊരു ആശ്രയവും ഇല്ലാത്ത, യാതൊരു സ്വാധീന ശക്തിയുമില്ലാത്ത, ഒറ്റയ്ക്ക് വേർപെട്ട് കിടക്കുന്ന ഒരു ചെറിയ സഭയാണ് ഫിലദൽഫിയ സഭ. അപ്പോൾ പ്രകാരം യാതൊരു സ്വാധീന ശക്തിയുമില്ല. എന്നാൽ സഭാകാന്തനായ ഭർത്താവ് പറയുകയാണ്, നിനക്കല്പമേ ശക്തിയുള്ളൂ, നീ ചെറിയ ആട്ടിൻകൂട്ടമാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞു. കാരണം എന്താണ്? ആ സഭാകാന്തനായ കർത്താവ് ആ സഭയുടെ നടുവിൽ നടക്കുന്നവനാണ്. സഭയുടെ നേതൃത്വം അവൻ്റെ കരങ്ങളിലാണ്. മാത്രമല്ല, കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ താൻ ഇപ്രകാരം ഒരു വാഗ്ദത്തം പറയുകയുണ്ടായി, ഞാനോ ലോകാവസാനത്തോളവും എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നാം ഒരു ചെറിയ കൂട്ടമാണെങ്കിലും, ഈ ലോകം നമ്മളെ ഉപദ്രവിക്കുമെങ്കിലും,
ഈ ലോകത്തിൽ നിന്ന് യാതൊരു ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിച്ചില്ല എന്ന് വരികിലും സ്വർഗത്തിലെ സകല ആനുകൂല്യങ്ങളും നമുക്കുണ്ട്. സഭാകാന്തം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഈ ലോകത്തിലേക്ക് നോക്കിയാൽ വൻ ശക്തികളെ നിനക്ക് കാണാൻ കഴിയും. അവരുടെ എതിർപ്പുകൾ നേരിട്ടെന്ന് വരിക്കും, അവരുടെ ഉപദ്രവങ്ങൾ അനുഭവിച്ചെന്നിരിക്കും. എന്നാൽ ഭയപ്പെടേണ്ട, ഞാൻ എല്ലാ നാളും, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ നിലയിൽ നമുക്ക് ആശ്വാസമായിട്ട് നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് സുവിശേഷത്തിന്റെ വാതിൽ നാം അടച്ചു വെക്കരുത്. അത് നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിലനിൽപ്പാൻ സ്ഥലം സഭകളായി നമ്മെ ദൈവം സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.